നരകള്ളനുണ്ടോ? ഐസിയുവിൻ്റെ വാതിൽ വലിച്ചു തുറന്ന് ധൃതിയിൽ പുറത്തേക്ക് വന്ന നഴ്സ് കയ്യിലെ കടലാസിലേക്ക് നോക്കി കുറച്ചുകൂടെ ഉറക്കെ വിളിച്ചു. നരകള്ളൻ, നരകള്ളൻ! ഇരുണ്ട മുഖങ്ങൾ മാസ്കിൽ മറച്ച് അകലം പാലിച്ചിരുന്നവരുടെ എല്ലാം കണ്ണുകളിൽ പരിഹാസച്ചിരി തുളുമ്പി. മയക്കത്തിലാണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ചാടി എഴുന്നേറ്റു. അയാളുടെ തൊണ്ടയിൽ നിന്നും വികൃതമായ ഒച്ചയുടെ ചീള് പുറത്തേക്ക് തെറിച്ചു. കാത്തിരിപ്പുകാരുടെ എല്ലാം നോട്ടം മൂർച്ചയുള്ള അമ്പുകളായി അയാളിൽ ഒന്നിച്ചു തറച്ചു. കൺമഷിയുടെ കറുപ്പ് നിറമുള്ള മെലിഞ്ഞൊരു ചെറുപ്പക്കാരൻ, മുഷിഞ്ഞ മുണ്ടും ഷർട്ടും, കാട്ടുപൊന്ത പോലെ ഇടതൂർന്ന് വളർന്ന ചുരുളൻ മുടി ചെവികളെ മൂടി ചുമലിലേക്ക് വീണിരുന്നു. ഊരിപ്പോയ മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് അയാൾ നഴ്സിന് നേർക്ക് പരിഭ്രമത്തോടെ പറഞ്ഞു, എന്താ സിസ്റ്റർ? എൻ്റെ അപ്പൻ്റെ പേര് നാർകളൻ എന്നാണ്. കടലാസിലേക്ക് നോക്കി കുറ്റബോധത്തോടെ നഴ്സ് പറഞ്ഞു, സോറി, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, ഒന്നും വിചാരിക്കല്ലേ. ചെറുപ്പക്കാരൻ ഇല്ലെന്ന് തലയാട്ടി. അപ്പന് എങ്ങനെയുണ്ട് സിസ്റ്റർ? മാറ്റമൊന്നുമില്ല. എൻ്റെ കൂടെ അകത്തേക്ക് വാ, ഡോക്ടർക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഉടലിലൂടെ ഒരു വിറയൽ കടന്നു പോകുന്നത് ചെറുപ്പക്കാരൻ അനുഭവിച്ചു. തണുത്ത് വിറങ്ങലിച്ച ഇടനാഴിയിലൂടെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ നഴ്സ് പറഞ്ഞു, ഏതു നേരത്തും ചറപറ വർത്തമാനമാണ്, കേട്ടിട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഊരിലെ വലിയ തെയ്യക്കാരനാണ് അപ്പനെന്ന് പറയാൻ നാവ് പൊന്തിയെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഐസിയുവിനുള്ളിലെത്തിയപ്പോൾ നഴ്സ് പറഞ്ഞു, അച്ഛനെ കണ്ടോളൂ. 10-20ഓളം മനുഷ്യർ പച്ച പുതച്ച് നിരന്ന് കിടക്കുന്നത് പരിഭ്രമത്തോടെ ചെറുപ്പക്കാരൻ കണ്ടു. അപ്പന് വിറയൽ കൂടിയപ്പോൾ ഇന്നലെ രാത്രി ഐസിയുവിലേക്ക് പെട്ടെന്ന് മാറ്റിയതാണ്. നഴ്സ് വിരൽ ചൂണ്ടി, ഇതാ അവിടെ 4ാമത്തെ ബെഡ്. മുഖത്തെ രക്തം മുഴുവൻ വാർന്നുപോയതുപോലെ അപ്പൻ്റെ മുഖം വിളറിയിരുന്നു. കണ്ണുപൂട്ടി അപ്പൻ എന്തോ ഉരുവിടുന്നുണ്ട്. അപ്പ എന്ന് വിളിച്ചെങ്കിലും വിളി കേട്ടില്ല. തല താഴ്ത്തി ചെകിടോർത്തു. ഓ, പതിയുടെ മുന്നിൽ ചാത്തോർക്ക് വിളമ്പുന്ന നേരത്തെ പ്രാർത്ഥനയാണ് അപ്പൻ മന്ത്രിക്കുന്നത്. ദൈവമേ, ആകക്കോടെ ആണ്ട് കൈന അജല ജീത്ത് പരിപാലിത്തിന അപ്യക്ല ഇന്ത ഇനില എക്കളം ജീൻ എക്കളക്ക് ഒഞ്ചല നൊമ്പല മാക്ക് കൂടാണ്ട് എല്ലാറക്ലാ കുണമ്പാട്. അയാൾ ചുമല് പിടിച്ച് കുലുക്കി വിളിച്ചു, അപ്പാ അപ്പാ, ഒരിക്കൽ കണ്ണ് മീക്ക്. 3-4 പ്രാവശ്യം വിളിച്ചപ്പോൾ നാർക്കളൻ്റെ പാട്ട് നിന്നു. പതുക്കെ കണ്ണ് മിഴിച്ച് മകനെ നോക്കി. പക്ഷേ മുഖത്ത് തിരിച്ചറിവിൻ്റെ തെളിവാടില്ല. ഇത് ഞാനാ അപ്പാ, ബാലേന്ദ്രൻ. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ നാർക്കളൻ്റെ വരണ്ട് പൊട്ടിയ ചുണ്ടുകളിൽ എരിക്കിൻ പൂ നിറമുള്ള തളർന്ന ചിരി എരിഞ്ഞു. ഉദ്യോഗത്തോടെ വായ തുറന്നു. ഹേ ബാലേന്ദ്ര, നീ ഏടെ പോയിന്? ഞാൻ നിന്നെ ഏടെല്ലാം നോക്കി. ചാത്തോർക്ക് വിളമ്പണ്ടേ? നേരം കരുവരമോന്തിയായില്ലേ? മുളങ്കുറ്റിയിൽ ഇളങ്കള്ള് നിറച്ചിട്ടില്ല, വട്ടളത്തിൽ ഗുരുസി കലക്കിയിട്ടില്ല, അർക്കാനുള്ള കരിങ്കോയിനെ കൊണ്ടുവന്നിട്ടില്ല. മാടത്തെപ്പിയോളും കീക്കാനത്തെപ്പിയോളും വന്ന് കാത്ത് നിൽക്കണ്. നീ എന്താ പോക്രാന്തം കളിക്കണേ? ഉള്ളിൽ സങ്കടം നിറഞ്ഞ ബാലേന്ദ്രൻ കൈകൾ വിറച്ചു. അപ്പനിപ്പോൾ ജില്ലാസ്പത്രിയിലാണ് എന്ന് പറയാൻ തുനിഞ്ഞെങ്കിലും തൊണ്ടയിൽ നിന്ന് വന്നത് ഇങ്ങനെ, ഒക്കേനും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടപ്പാ. കുത്തറയെന്ന് ഇളങ്കള്ള് കൊണ്ടുവച്ചിട്ടുണ്ട്. ചിരുകണ്ടേട്ടൻ്റെ പട്ടത്തിൽ നിന്ന് കരിങ്കോയിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്. മതിയാ? നാർക്കളൻ സമാധാനത്തോടെ തലയാട്ടി. ഐസ് പോലെ മരവിച്ച കൈനീട്ടി മകൻ്റെ വിരലുകൾ കോർത്തു പിടിച്ചു. എനിക്കറിയാടാ, നീ എല്ലാം ചെയ്യൂന്ന്. അയ്യപ്പാ, വന്നവർക്കെല്ലാം ചോറ് കൊടുക്കാൻ മറന്നോണ്ടാ? മറക്കില്ലപ്പാ. നാർക്കളൻ കണ്ണുകൾ അടച്ചു. കുറച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, അപ്പൻ്റെ നടുവേന പാങ്ങുണ്ടാ? നാർക്കളൻ ഉത്തരം മിണ്ടിയില്ല. കണ്ണുകൾ പൂട്ടി. നിമിഷങ്ങൾ കഴിഞ്ഞ് കണ്ണ് തുറന്ന് മകനെ അത്ഭുതത്തോടെ നോക്കി. മിണ്ടാതെ വീണ്ടും കണ്ണടച്ചു. വേദന ഒട്ടും കുറഞ്ഞിട്ടുണ്ടാവില്ല. നടുവേദന കൊണ്ട് പുളയുകയായിരുന്നു കൊണ്ടുവരുമ്പോൾ. അപ്പോഴൊന്നും പറയില്ല. എത്ര വലിയ കൊടും വേദനയാണെങ്കിലും
കരക്കയിലെ കാളക്കൂറ്റിനെ പോലെ പുറത്തിറക്കാതെ ഉള്ളിൽ തന്നെ കെട്ടിപ്പൂട്ടും. പണ്ടേ അങ്ങനെയാണ്. തനിക്ക് ഓർമ്മ മുളയ്ക്കുമ്പോഴേ അപ്പൻ തയ്യപ്പറമ്പിലാണ്. വീട്ടിൽ കണ്ടതിനേക്കാൾ അപ്പനെ കണ്ടിട്ടുള്ളത് പതികളുടെയും കാവുകളുടെയും മുമ്പിലാണ്. അപ്പൻ്റെ വേഷത്തിൽ കണ്ടതിനേക്കാളും ദൈവവേഷത്തിലാണ് കണ്ടത്. വെറും 12 വയസ്സിൽ കെട്ടിയ കാരക്കുളിയനിൽ നിന്നാണ് അപ്പൻ്റെ തെയ്യ ജീവിതം തുടങ്ങുന്നത്. പിന്നെ ഈ 81 വയസ്സുവരെ കെട്ടിയാടിയ തെയ്യങ്ങൾക്ക് കയ്യും കണക്കുമില്ല. 2 തെയ്യങ്ങൾ കെട്ടിയാടിയ ദിവസങ്ങൾ പോലും ഉണ്ട്. കല്ലുരുട്ടിയും കൊർത്തിയമ്മയും പഞ്ചുരുളിയും കുറങ്കനും കാട്ടുമുടന്തയും പന്നിവീരനും പേത്താളനും തീക്കോലവും കൊടുവാളനും മുത്താരനും എന്നു വേണ്ട അപ്പൻ മുടിവയ്ക്കാത്ത തെയ്യങ്ങളില്ല. ഏതൂരിലെ കാരക്കുളിയനായാലും കുടിയില നേരത്ത് കൊലക്കാർ മെല്ലെ പിന്നോട്ടടിക്കും. നാർക്കളൻ മാത്രം മുന്നിൽ നെഞ്ചുവിരിച്ച് നിൽക്കുന്നുണ്ടാകും. പിന്നെ ഏത് നാട്ടിലായാലും കാരക്കുളിയൻ നാർക്കളനെ കെട്ടു എന്നായി. കാരക്കുളിയൻ നാർക്കളൻ എന്ന ഇരട്ടപ്പേരും പതിച്ചു കിട്ടി. അത് ചുരുങ്ങി കാരക്കുളിയൻ മാത്രമായി. ആളുകൾക്ക് കളിയാക്കാനുള്ള പേരായി. അതാ നോക്കറോ, കാരക്കുളിയൻ ചൂട്ടും കത്തിച്ച് വരുന്നുണ്ട്. കുട്ടിക്കാലത്ത് അസറിപ്പിച്ചായുടെ അനാദിപ്പീടികയുടെ മുന്നിൽ ചില്ലുഭരണികളിൽ നിറച്ചുവെച്ച മധുര പലഹാരങ്ങൾ നക്കറ്റത്തോടെ നോക്കി നിന്ന് വെള്ളമിറക്കുമ്പോൾ ബീഡി പുകച്ചു വരുന്ന അപ്പനെ ചൂണ്ടി പലതവണ ആളുകൾ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്നേരം ബാലേന്ദ്രൻ സ്ഥലം വിടും. കൊള്ളിവാക്കുകൾ കൊണ്ട് എത്ര കുത്തി വേദനിപ്പിച്ചാലും അപ്പൻ തലതാഴ്ത്തി പിടിച്ചിരിക്കുകയുള്ളൂ. ചിലപ്പോൾ ഉള്ളിൽ ഊറിച്ചിരിക്കും. താൻ തെയ്യമായി ഉറഞ്ഞുതുള്ളി വരുമ്പോൾ എണീറ്റ് നിന്ന് തൊഴുന്നവരാണ്. ഒരു ദിവസം ബാലേന്ദ്രൻ അപ്പനോട് സങ്കടം ഉണർത്തിച്ചു. അപ്പൻ ഇനി കാരക്കുളിയൻ കെട്ടണ്ട. സ്കൂളിൽ നിന്ന് എന്നെ കളിയാക്കിന്. കാരക്കുളിയൻ്റെ മോനെയെന്ന് വിളിക്കിന്. മിണ്ടാട്ടമില്ലാതെ അപ്പൻ തല കുമ്പിട്ടിരുന്നു. മറ്റൊരിക്കൽ ചോദിച്ചു, കാരക്കുളിയൻ്റെയും തീക്കോലത്തിൻ്റെയും കൊടിയില അപ്പൻ തന്നെ വാങ്ങുന്നത് എന്തിനാ? വേറെയും കോലക്കാരുണ്ടല്ലോ. തീക്കോലം കെട്ടി തീക്കൂനയിൽ വീണ് അപ്പൻ തന്നെ പൊള്ളിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ? കാരക്കുളിയനെ കെട്ടി കാരമുള്ളു തറപ്പിച്ച് വേദനിപ്പിക്കുന്നത് എന്തിനാ? അപ്പോഴും മിണ്ടാട്ടമുണ്ടായില്ല. കാരക്കുളിയൻ തെയ്യമാടിക്കഴിഞ്ഞാൽ വയറിളകിയ പോലെ അപ്പൻ്റെ ഒരു പാഞ്ഞുവരവുണ്ട്. ചായ്പിലേക്ക് കയറി മുണ്ടപ്പായ വിരിച്ച് ചീമ്പുളൂന്ന് വിളിച്ച് മലർന്ന് കിടക്കും. അമ്മ ഓടി വന്ന് അപ്പൻ്റെ ഉടലിൽ തറച്ചു കയറിയ കാരമുള്ളുകളെല്ലാം ഓരോന്നായി തോണ്ടിയെടുക്കും. ദ്വാരങ്ങളിൽ നിന്നെല്ലാം ചോര ഒഴുകുന്നുണ്ടാകും. ചോരക്കുഴികളെല്ലാം പച്ചമരുന്ന് തേച്ച് അമ്മ അടയ്ക്കും. തീക്കോലം കിട്ടിയാൽ ശരീരം നിറയെ പൊള്ളലുകളാണ്. 2 ആൾ ഉയരത്തിലുള്ള തീക്കനൽ കൂമ്പാരത്തിലേക്ക് ചാടിക്കയറി മലർന്ന് കിടക്കണം. 1 2 തവണയല്ല, 101 തവണ ചാടിക്കയറണം. അരയുടക്ക് തീ പിടിച്ച് കത്തുന്നുണ്ടാകും. കാണുമ്പോൾ പേടിയാകും. അപ്പൻ കെട്ടിയ തീക്കോലം കാണുമ്പോഴെല്ലാം ബാലേന്ദ്രൻ തോന്നിയിട്ടുണ്ട്, ചടങ്ങിന് മാത്രമല്ലാതെ വാശി പോലെ അപ്പൻ തീയിൽ കിടക്കുന്നുണ്ടോ എന്ന്. തീക്കോലം അഴിച്ച് വീട്ടിൽ വന്ന് പച്ചമരുന്നിന് കാത്തുകിടക്കുമ്പോൾ കാണാം അവിടെ തോല് കരിഞ്ഞ് വെളുത്ത നിറത്തിൽ പച്ചമാംസം തുറിച്ചു നോക്കുന്നത്. നഴ്സ് ഓടി വന്നു, ഈ സ്റ്റൂളിൽ ഇരുന്നോളൂ. ഡോക്ടർക്ക് പെട്ടെന്നൊരു സർജറിക്ക് തിയേറ്ററിൽ പോകേണ്ടി വന്നു, അതാ വൈകുന്നേ. ഓ, ബാലേന്ദ്രൻ തലയാട്ടി. നഴ്സ് 2 അടി അരികിലേക്ക് വന്നു. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു, മനഃപൂർവ്വമായിരുന്നില്ല കേട്ടോ. വിഷമമായോ? ഏയ്, ഞാനത് മറന്നു സിസ്റ്ററെ. നാർക്കളൻ കണ്ണു തുറക്കുന്നത് കണ്ട് ബാലചന്ദ്രൻ അരികിലേക്ക് നീങ്ങി. നടുവേന കുറഞ്ഞോ അച്ഛാ? കുറഞ്ഞോ അപ്പാ? നാർക്കളൻ്റെ ചുണ്ടിൽ എരിഞ്ഞ കനൽ പെട്ടെന്ന് വല്ലാത്തൊരു ചിരിയായി തെളിഞ്ഞു കത്തി. ബാലേന്ദ്ര, നിനക്കറിയില്ലേ, നമ്മളെ ഊരിലിനെല്ലാം നല്ല മരുന്നുണ്ട്. അരഞ്ഞിമരമല്ലേ? അരഞ്ഞിമരത്തിൻ്റെ തോൽ വലിച്ചിട്ട് പായ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസം അതിൽ കിടന്നാൽ മതി. ഏത് നടുവേനയും പാഞ്ഞൊളിക്കും. വൈകുന്നേരം ആകുമ്പോൾ ആടലോടകം, വാദം കൊല്ലി തുടങ്ങി 11 ഇലകൾ തിളപ്പിച്ചിട്ട് 10 ദിവസം വേത് വിളിച്ചാൽ മതി. നടുവേന പിന്നെ വരില്ല. നീ എന്നെ ഈടുന്ന് പട്ടത്തിലേക്ക് കൊണ്ടുപോവാപ്പാ, ഡോക്ടർ ഒന്ന് വന്നോട്ട്. നാർക്കളൻ തലകുലുക്കി. ഞാൻ പുറത്ത് തന്നെ ഉണ്ടപ്പാ, ഉള്ളിലേക്ക് ഒരിക്കലേ വരാൻ സമ്മതിക്കുന്നുള്ളൂ.
ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അപ്പന് പൊഞ്ഞാറാവുന്നുണ്ടോ? നാർക്കളൻ്റെ മുഖത്ത് അത്ഭുതവും സന്തോഷവും വിടർന്നു. ഒറ്റയ്ക്കാ? ഈടെ ഞാൻ ഒറ്റയ്ക്കല്ലടാ, എന്നെ കാണാൻ എത്ര ആളുകളാ വരുന്നത്. ബാലചന്ദ്രൻ ചുറ്റും നോക്കി വിസ്മയിച്ചു. ആരാ അപ്പ? ഞാൻ അല്ലാണ്ടപ്പനെ കാണാൻ വരുന്നേ. പിന്നെ ആര്? മരിച്ച കാർന്നവന്മാരെല്ലാം വരും. അവരെ ബയ്യാലേ ഊരിലെ തെയ്യങ്ങളെല്ലാം വരും. കോർത്തുമ്മിയും കല്ലുരുട്ടിയും കാരക്കുളിയനും അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ച് വെണ്ടി പറഞ്ഞിരിക്കും. അപ്പനും അപ്പാപ്പനും മുത്തമ്മിയും കുഞ്ഞമ്മിയും എല്ലാവരും എന്നെ കാണാൻ വന്ന്. അമ്മ മാത്രം വന്നില്ലല്ലോ എന്ന് ബേജാറായി കിടക്കുമ്പോൾ അതാ ഒടുക്കം അമ്മയും വന്നു. ദൂരേന്നേ എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒരേ കരച്ചിൽ. കരച്ചിൽ വരാത്ത ഞാനും വല്ലാണ്ട് കരഞ്ഞുപോയി. കരഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ച്, അമ്മയ്ക്കെന്നോടുള്ള ദേഷ്യം തീർന്നോ? അമ്മ കരഞ്ഞു. എല്ലാം പോയിടാന്ന് പറഞ്ഞു. എന്നോട് മാപ്പാക്കണമേ എന്ന് ഞാൻ കാല് പിടിച്ച്. ഞാൻ മാപ്പാക്കി മോനെ എന്ന് പറഞ്ഞ അമ്മ എന്നെ കെട്ടിപ്പിടിച്ചെൻ്റെ മൂർധാവിൽ ഉമ്മ വെച്ച്. ബാലേന്ദ്രൻ്റെ കണ്ണുകൾ തുറിച്ചു. അപ്പന് മുത്തുമ്മ മാപ്പ് കൊടുക്കുന്നത് എന്തിന്? അപ്പനെന്താ ഓരോ പരപ്പ് പറയുന്നേ? നാർക്കളൻ്റെ തൊണ്ടയിൽ നിന്നും ഇടർച്ചയില്ലാത്ത കൂറ്റ് പൊങ്ങി വന്നു. പരപ്പല്ലാടാ, ഒരു വലിയ സത്യം. മരിക്കുമ്പോൾ ആ സത്യം കൊണ്ടുപോകാൻ ഇരിക്കില്ല. എന്നോട് ഞാനത് പറയട്ടെ? എന്താപ്പാ നീ എന്നോട് ചോദിക്കില്ലേ? അപ്പൻ എന്തിനാ എപ്പോഴും കാരക്കുളിയനെ കെട്ടുന്നത്, എപ്പോഴും തീക്കോലം കെട്ടുന്നത്? അതിന് കാരണമുണ്ട് ബാലേന്ദ്ര. എൻ്റെ ഉള്ളിലെ കൊടിയൊരു നീറ്റൽ തീർക്കാനാ. ഒരു മോനും അമ്മയോട് ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ എൻ്റെ അമ്മയോട് ചെയ്ത്. ബാലചന്ദ്രൻ്റെ തൊണ്ട വരണ്ടു, കൈകൾ വിറച്ചു. ഇടറിക്കൊണ്ട് ചോദിച്ചു, അപ്പൻ എന്താ മുത്തുമ്മയെ ചെയ്തേ? നാർക്കളൻ ആ ഓർമ്മകളിലേക്ക് മുങ്ങിത്താണു. അന്ന് താൻ കല്യാണം കഴിച്ചിട്ടില്ല. തെയ്യമില്ലാത്ത ദിവസങ്ങളിൽ ദുർമന്ത്രവാദത്തിന് പോകുമായിരുന്ന അപ്പൻ കരിന്തളൻ ഒരു ദിവസം പറഞ്ഞു, എടാ നാർക്കളാ, നീ ഇങ്ങനെ തെയ്യം കെട്ടി നടന്നാൽ പോരാ. ഒടികുത്താനും മാർണം വെക്കാനും നിനക്ക് പഠിമ്പ് വേണം. അത് കേട്ട അമ്മ സ്വകാര്യത്തിൽ പറഞ്ഞു, മോനെ നാർക്കളാ, നീ ബിടിയാറ് തെയ്യം കെട്ടിക്കോ, മാട്ടത്തിനും മരണത്തിനൊന്നും നീ പോണ്ട. ആ പഠിമ്പ് നിനക്ക് വേണ്ട. എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ആ പഠിമ്പ് പണ്ടേ ഇല്ല. കരിന്തളൻ വിട്ടില്ല. ദുർമന്ത്രവാദങ്ങൾക്ക് പോകുമ്പോൾ സഹായിയായി നിർബന്ധിച്ചു കൂടെ കൂട്ടി. ഓരോന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചു. പഠിമ്പ് കഴിഞ്ഞപ്പോൾ കരിന്തളൻ പറഞ്ഞു, ഇനി നീ ഒറ്റയ്ക്ക് മാർണം വെക്കണം. സ്വന്തം പെറ്റമ്മയ്ക്ക് ആദ്യത്തെ മാർണം വെക്കണം. അതാ നാട്ടു നടപ്പ്. മാർണം അമ്മയ്ക്ക് ബാധിച്ചാൽ നീ പഠിമ്പുള്ളവനായി. പിന്നെ മാർണം നീക്കിക്കൊടുക്കണം. നാർക്കളൻ അമാന്തിച്ചപ്പോൾ കരിന്തളൻ ധൈര്യം കൊടുത്തു. മാർണം നീക്കൽ എളുപ്പാടാ, പിന്നെ ഞാനും കൂടെ ഉണ്ടല്ലോ, പേടിക്കണ്ട. അമ്മ അറിയാതെ നാർക്കളൻ രാത്രിയിൽ മാർണം വെച്ചു. കാലത്ത് അത് മറികടന്ന അമ്മ ഉച്ചയായപ്പോൾ പനിയും വിറയലും വന്ന് കിടപ്പിലായി. നാർക്കളനും കരിന്തളനും പഠിച്ച പണി മുഴുവൻ നോക്കിയിട്ടും അമ്മയുടെ ബോധം തിരിച്ചു കിട്ടിയില്ല. പിറ്റേന്ന് എങ്ങോട്ടോ പുറപ്പെട്ടു പോയ കരിന്തളൻ കുറേ കഴിഞ്ഞ് കരച്ചിലോടെ പട്ടത്തിലേക്ക് ഓടിക്കയറി വന്നു. എടാ, പൂടങ്കല്ലിലെ ആ നാറി നാര്യമ്പാടി മറുമാരണം വെച്ച് ചതിച്ചതാടാ. തടുപ്പ ജ്യോത്സ്യത്തിൽ അങ്ങനാ കണ്ടത്. അമ്മയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയില്ല. 3-ാം ദിവസം അമ്മ മരിച്ചു. നാർകളൻ വിങ്ങിക്കൊണ്ട് പറഞ്ഞു, മരിച്ചതല്ലടാ, ഞാൻ കൊന്നതാ. ബാലചന്ദ്രൻ അപ്പൻ്റെ കൈ പിടിച്ചു. അപ്പൻ ഇങ്ങനെ കരയല്ലേ. കരച്ചിലിറക്കിക്കൊണ്ട് നാർകളൻ പറഞ്ഞു, അവിടെ തീർന്നില്ലാടാ. മരിച്ച 5-ാം ദിവസം അമ്മയുടെ തെളിപ്പ്. ബന്ധക്കാരെല്ലാം കൂട്ടി അപ്പൻ ജോറാക്കി നടത്തിച്ച്.
എല്ലാവരും ചോറുണ്ട് പൊയ്ക്കഴിഞ്ഞപ്പോൾ അപ്പൻ കൊടുവാളൻ കാവിൻ്റെ ബെയിലുള്ള ഉങ്ങുമരത്തിൽ കയറി കഴുത്തിൽ നിരന്തവള്ളിയുടെ കുടുക്കിട്ട് തായയിലേക്ക് ചാടി. കെട്ടിയോള് പോയതിൻ്റെ സങ്കടം താങ്ങാൻ പറ്റാഞ്ഞിട്ടാണെന്ന് നാട്ടാരെല്ലാം പറഞ്ഞു നടന്ന്. എനിക്കല്ലേ ആ രഹസ്യം അറിയൂ. പിന്നെ ഞാനൊറ്റയ്ക്കല്ലേ ആ ചുമട് ചുമക്കേണ്ടത്. എൻ്റെ അണീഭാരം അതേ ഉങ്ങിൻ്റെ കൊമ്പിൽ തൂങ്ങാൻ ഞാനും ഉറപ്പിച്ചു. ഉരുണ്ട് കയറു എന്ന കരച്ചിലമർത്തി ബാലേന്ദ്രൻ മിണ്ടി. അപ്പാ, അന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ പതിയിലെ തെയ്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് വന്ന് കൊർത്തിയമ്പത്തെയ്യം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ചാവണ്ട, നീ തെയ്യം നല്ലോണം കെട്ട്, നീ ബേജാറാകണ്ട, അപ്പനല്ലേ കുറ്റം ചെയ്തത്, അപ്പൻ പോയില്ലേ എന്ന് പറഞ്ഞു. അങ്ങനാടാ ഞാൻ ബാക്കിയായത്. അപ്പൻ ഈ പറയുന്നത് സത്യമാണോ? സത്യമാടാ. ആയി പിന്നാടാ ഞാൻ കാരക്കുളിയനെയും തീക്കോലത്തെയും ചോദിച്ച് മേണിച്ച് കെട്ടാൻ തുടങ്ങിയത്. അതിന് മുമ്പ് കാരക്കുളിയൻ കെട്ടിപ്പടിച്ചിന്. പക്ഷേ പേടിയായിരുന്നു എനിക്ക്. കാരമുള്ളും തീയും ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. അപ്പനും അമ്മയും പോയന്തിക്ക് തൊട്ട് എനിക്ക് കൊർത്തിമ്മ കൈപിടിച്ച് പറഞ്ഞിട്ടും കുറ്റബോധം തലേന്ന് ഇറങ്ങിപ്പോയില്ല. ഞാനത് തീർത്തുകൊണ്ടിരുന്നത് കാരമുള്ളിൻ്റെ കാട്ടിൽ വീണിട്ടും മേലേരിയിൽ പൊള്ളിക്കിടന്നിട്ടുമാണ്. കാരക്കുളിയനാകുമ്പോൾ വേറൊരു സൗകര്യമുണ്ടടാ. മുഖത്ത് വലിയ മുഖപ്പാള വയ്ക്കൂലേ, നമ്മൾ പൊട്ടിക്കരഞ്ഞാലും ആർക്കും തിരിയൂലടാ. 4-5 മണിക്കൂർ നേരം നമ്മളെ കരഞ്ഞ മുഖം ഒളിപ്പിച്ച് പിടിക്കാൻ പറ്റും. നീ കുറേ തെയ്യങ്ങൾ കെട്ടിയവനല്ലേ. കാരക്കുളിയൻ തെയ്യം കെട്ടുമ്പോൾ ഇത് നിനക്ക് മനസ്സിലാവും. നാർക്കടൻ വല്ലാതെ കിതയ്ക്കാൻ തുടങ്ങി. കിതപ്പിനിടയിൽ പറഞ്ഞു, ബാലേന്ദ്ര, നിന്നോടിത് പറഞ്ഞപ്പോൾ നല്ല ആശ്വാസമുണ്ട്. എനിക്ക് സമാധാനമായിട്ട് എനിക്ക് മരിക്കാലോ. അപ്പന് സുഖാവും. മുത്തിയമ്മ വന്ന് പറഞ്ഞില്ലേ, മാപ്പ് തന്നില്ലേ, ഇനി സങ്കടപ്പെടാണ്ട് കിടക്കും. ഓ, നാർക്കളൻ തലയാട്ടി. പുറത്ത് വാങ്ങിവെച്ച ബെന്നിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ച് ബാലേന്ദ്രൻ ചോദിച്ചു, അപ്പന് പൈക്കിനുണ്ടാ? ഒരു ബെന്ന് ചായയിൽ മുക്കി തരട്ടെ? ഇപ്പോൾ ഒന്നും വേണ്ട, ഞാൻ കുറേ വാതൊക്കെ തിന്നിന്, വയറ് നിറഞ്ഞിട്ടുണ്ട്. ബാലേന്ദ്രൻ വാ വിളിച്ചു. വാതൊക്കെയോ? ബാലേന്ദ്രൻ ഓർമ്മയായി. കാട്ടിൽ മാത്രം പടുമുള മുളച്ച് വളരുന്ന കാട്ട് കൈപ്പക്കച്ചെടിയിൽ വിളയുന്നതാണ് വാതയ്ക്ക. നാട്ടിൽ കൊണ്ടുവന്ന് നട്ടാലും മുളയ്ക്കില്ല. നാട്ട് കൈപ്പക്കയുടെ 10 ഇരട്ടി കയ്പുണ്ടാവും. നാവിൽ വയ്ക്കാൻ പറ്റില്ല. പണ്ട് പട്ടിണിക്കാലത്ത് പശിയടക്കാൻ ഒന്നുമില്ലാതാകുമ്പോൾ ഊരിലുള്ളവർ കാട്ടിൽ കയറി വാതയ്ക്ക പറിച്ചുകൊണ്ടുവന്ന് കഞ്ഞിവെള്ളത്തിലിട്ട് വേവിച്ച് തിന്നതിൻ്റെ കഥകൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. അപ്പനേടുന്ന് വാതയ്ക്ക കിട്ടിയത്? അത് കൊട്ടുവാളൻ തെയ്യം വരുമ്പോൾ കൊണ്ടുവന്നേതാ. വയറ് നിറയെ തിന്നൂന്ന് പറഞ്ഞു. ഞാൻ 4-5 പച്ചയ്ക്ക് കടിച്ചു മുറിച്ച് തിന്നു. ബാലേന്ദ്രൻ്റെ മുഖം കയ്പരസത്താൽ ചുളിഞ്ഞു. കയ്പുണ്ടായിരുന്നില്ലേ? കയ്പോ? കാരമുള്ളിലും തീക്കൂമ്പാരത്തിലും ഇക്കണ്ട കാലം കിടന്ന എനക്കെന്ത് കയ്പാടാ. ഞാൻ തന്നെ ഒരു കാട്ടുവാതയ്ക്ക് ആയിരുന്നില്ലേ എപ്പോഴും കത്തിക്കൊണ്ടിരുന്ന ഒരു തീക്കോലം. വല്ലാത്തൊരു ചിരി നാർക്കളൻ്റെ ചുണ്ടിൽ തീക്കനൽ പോലെ ജ്വലിച്ചു. ചിരി അണഞ്ഞപ്പോൾ ഗൗരവത്തോടെ പറഞ്ഞു, ബാലേന്ദ്ര, എനിക്കൊരാശയുണ്ട്, നീ അത് നടത്തിത്തരണം. കയ്യാന്ന് പറഞ്ഞൂടാ. എന്താ അപ്പാ? ഞാൻ ചത്താൽ നീ എന്നെ കുഴിച്ചിടുന്നതിന് മുന്നേ തെയ്യം കെട്ടിക്കണം, മറന്നൂടാ. ബാലേന്ദ്രൻ വിരണ്ടു. തെയ്യം കെട്ടുന്ന കോലക്കാർ മരിച്ചാൽ തെയ്യത്തിൻ്റെ വേഷം കെട്ടിച്ച് കുഴിച്ചിടുന്ന ആചാരം നിലച്ചിട്ട് ആണ്ടുകൾ കുറേ ആയി. ഇപ്പോൾ കുഴിച്ചിടലുമില്ല, കത്തിക്കലാണ്. നാർക്കളൻ തുടർന്നു.